ദീർഘക്ഷമയോടുകൂടെ ഇരിക്കുവാൻ കഴിയാത്ത ഒരു ദൈവ പൈതലിന് ആമേൻ അവൻ ചെലുത്തുന്ന സകല നീക്കങ്ങളും അടിസ്ഥാനം പാപമായിരിക്കും. കാരണം വിശ്വാസത്തിൽ നിന്നല്ല അത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ദീർഘക്ഷമയോടുകൂടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിപ്പാനായിട്ട് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് വിശ്വാസം ആണ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂപീകൃതമാകുന്നത് നാം വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നിർമ്മലമായ വചനത്തിൻ്റെ കൽപ്പിതങ്ങളിലൂടെ മാത്രമാണ്. ഹല്ലേലൂയ. ദൃശ്യമായതും അദൃശ്യമായതും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് ഒരു സ്വർഗീയ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രമാണമാണ് വീണ്ടെടുക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലിനും ദൈവം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. കാണുന്നതും കാണാത്തതുമായതിനെ കൂട്ടിയോജിപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴാണ് ഈ കാര്യങ്ങളെ നമുക്ക് ഏകോപിപ്പിച്ച് ദൈവം മുൻപാകെ കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്ന് പറയുമ്പോൾ ദൃശ്യമായതിൽ ആത്മീകതകളുണ്ട്, ദൃശ്യമായതിൽ അനാത്മികമായതുണ്ട്, ദൃശ്യമായതിൽ ആത്മീകമുണ്ട്, ദൃശ്യമായതിൽ ഭൗമികമായതുണ്ട്, ദൃശ്യമായതിൽ നിലനിൽക്കുന്നതുണ്ട്, ദൃശ്യമായതിൽ നിലനിൽക്കാത്തതുണ്ട്. ഇവ തിന്മകളെയും നന്മകളെയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കി നല്ലത് ഏത് എന്നതിനെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഏറ്റുവാങ്ങുകയും അപ്പോൾ തന്നെ നമുക്ക് അനധിവിദൂര ഭാവിയിൽ വെളിപ്പെടുത്തുവാൻ പോകുന്ന സ്വർഗീയമായ വാഗ്ദാനങ്ങൾക്കും ഒത്തവണ്ണം നമ്മുടെ നടപ്പുകളെ നേരെയാക്കി കൊണ്ടുപോകുവാനായിട്ടാണ് കർത്താവ് നമുക്ക് വചനത്തിലൂടെ കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. ആ കൽപ്പനകൾ ഭാരമുള്ളവയല്ല.